വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഒരു മണി എനർജിയാണ്. മണി ആൻഡ് അബണ്ടൻസ് എനർജിയാണ് നോക്കുന്നത്. കറൻ്റ്ലി നിങ്ങൾ സറൗണ്ട് ചെയ്യുന്ന മണി എനർജി എന്താണ്, നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് എന്ത് സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് മണി എനർജി എന്ന് പറയുന്നത് ഒരു നർച്ചറിങ് സ്റ്റേജിലാണ്, അതായത് ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ്. ഇപ്പോൾ ഒരു ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലല്ല നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം മണി വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്സിന് ഗുണം കാണുന്നില്ല, വളരെ ഡെസ്പായ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളിടുന്ന ഓരോ എഫേർട്ടും, ചെറുതായി നിങ്ങൾ പ്രയത്നിക്കുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ഒരു രീതിയിലും വേസ്റ്റ് ആകുന്നില്ല. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൂടുതൽ അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു മണി അട്രാക്ഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് എഫേർട്ടാണോ ഇടുന്നത് അത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. ഒരിക്കലും പിൻവാങ്ങാതെ നിങ്ങളിടുന്ന ഒരു എഫേർട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് പേ ഓഫ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നീങ്ങാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്, നിങ്ങളിപ്പോൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ലൈറ്റ് എന്ന് പറയുന്ന കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ഹോപ്പ് വിടാതെ നെഗറ്റീവായ തിങ്കിങ് മണിയെക്കുറിച്ച്, അല്ലെങ്കിൽ മണിയെന്ന് പറഞ്ഞൊരു കാര്യം അട്രാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു തിങ്കിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. മണിയെക്കുറിച്ച് എപ്പോഴും ഒരു പോസിറ്റീവായൊരു തോട്ട്, മണിയുമായിട്ട് ഒരു നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പോസിറ്റീവായിട്ടുള്ള എഫർമേഷൻസ് മണിയെക്കുറിച്ച് പറയാം. എക്സാമ്പിൾ, ഐ അട്രാക്ട് മണി ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി എന്നൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസ്, അതുപോലെ നിങ്ങളുടെ വാലറ്റിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത ബില്ലായിരിക്കാം, ആവശ്യമില്ലാത്ത പേപ്പേഴ്സ് ആയിരിക്കാം, അതെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ മണി എപ്പോഴാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ മണി എപ്പോഴാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്, അതേസമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ഹോപ്പോണ പ്രയർ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. മണി എപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോഴും അത് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഒരിക്കലും ദുഃഖിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു കാര്യം പോകല്ലേ എന്നുള്ളൊരു തോട്ടിൽ നിങ്ങൾ ഒരിക്കലും മണി സ്പെൻഡ് ചെയ്യരുത്. ആർക്ക് കൊടുക്കുമ്പോഴും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അവരെ ബ്ലെസ് ചെയ്തുകൊണ്ട് മണി എപ്പോഴും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മണി എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തോട്ടും നിങ്ങൾ ഈ മനസ്സിൽ നിന്നിട്ട്